Hello everyone. Today we are going to discuss the applications of Ostwald's dilution law from the chapter Ionic Equilibria. In this video, we are going to discuss three applications of Ostwald's dilution law. And the first one is calculation of degree of ionization of weak acids and weak bases. Second one is calculation of the pH of an aqueous solution of weak acid and weak base. And the third application is calculation of the ionization constants of weak acids and weak bases. So let us go to the first application, calculation of degree of ionization of weak acids and weak bases. So let us first discuss the calculation of a degree of ionization of a weak acid, which is given as case 1. നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ എച്ച് എ എന്ന് പറഞ്ഞിട്ട് ആസിഡിനെ വീക്ക് ആസിഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് എ എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് വി ഹാവ് ഗിവൺ ദി dissociation reaction of a weak acid in aqueous medium in green coloring. You can see it on the screen. So HA plus water reversibly giving H3O plus A minus. ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എച്ച് എയുടെ കോൺസെൻട്രേഷൻ സി മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ അവിടെ എന്തില്ല, H3O പ്ലസും എ മൈനസും പ്രൊഡക്ട്സ് ഫോം ചെയ്തിട്ടില്ല. സോ ദെയർ കോൺസെൻട്രേഷൻ ഇസ് 0. ഇനി റിയാക്ഷൻ മുൻപോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, എച്ച് എ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും, അവിടെ H3O പ്ലസും എ മൈനസും ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുമ്പോൾ നമുക്കറിയാം സി ആൽഫ എമൗണ്ട് ഓഫ് H3O പ്ലസും സി ആൽഫ എമൗണ്ട് ഓഫ് എ മൈനസും അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് എ എത്ര എമൗണ്ട് ബാക്കിയുണ്ടാവും, ഇറ്റ് ഇസ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ മോൾസ് പെർ ലിറ്റർ. നമ്മൾ ഇതെങ്ങനെയാണ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ മോൾ പെർ ലിറ്റർ കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതിൽ നിന്ന് എച്ച് എയിൽ നിന്ന് സി ആൽഫ എമൗണ്ട് റിയാക്ട് ചെയ്ത് പോയി, ബാക്കി എച്ച് എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി മൈനസ് സി ആൽഫയാണ്. അങ്ങനെയാണ് നമുക്ക് സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എച്ച് എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ഇൻറ്റു 1 മൈനസ് ആൽഫ, അതുപോലെ H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ, എ മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എഗെയിൻ സി ആൽഫ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എഴുതാം. അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കെ എ എന്നാണ് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എ എന്ന് പറയുന്നത് ആസിഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സോ കെ എ എന്ന് പറയുന്നത് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് ആണ്. സോ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് നമുക്ക് കിട്ടി. എങ്ങനെ എഴുതാൻ പറ്റും, കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. നമ്മളത് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടും, സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആണ്. സോ അതെന്തായിരിക്കും, 1നേക്കാൾ വളരെ കുറവായിരിക്കും. സോ വി ക്യാൻ നെഗ്ലക്ട് ദ ടേം ആൽഫ in the equation of a Ka. So the final equation for Ka will be Ka is equal to C alpha square. From that we can find the degree of ionization of acid, which is alpha is equal to root of Ka divided by C. This is the equation for calculating the degree of ionization of weak acid, which is equal to square root of Ka by C. Ka is the ionization constant of acid and C is the concentration of the weak acid we have taken. Now let us discuss the case of a weak base. Weak base in the case നമ്മൾ ഡിഗ്രി ഓഫ് അയണൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻ BOH പ്ലസ് വാട്ടർ റിവേഴ്സിബിളി ഗീവിങ് B പ്ലസ് OH മൈനസ് എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി BOHൻ്റെ കോൺസെൻട്രേഷൻ സി മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ ആ സമയത്ത് അവിടെ B പ്ലസും OH മൈനസും ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കോൺസെൻട്രേഷൻ 0 ആണ് ഇനീഷ്യൽ കണ്ടീഷനിൽ. റിയാക്ഷൻ ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, BOH റിയാക്ട് ചെയ്ത് പോവും. എത്ര എമൗണ്ട് ആണോ BOH റിയാക്ട് ചെയ്ത് പോയത് അത്ര എമൗണ്ട് തന്നെ B പ്ലസും OH മൈനസും അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള BOHൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി മൈനസ് സി ആൽഫ ആയിരിക്കും. B പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, BOHൻ്റെ കോൺസെൻട്രേഷൻ സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് എഴുതാനായിട്ട് പറ്റും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് KB, അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് KB എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ C ആൽഫയുടെ ടേംസിലേക്ക് മാറ്റി എഴുതി നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സംശയമുള്ളവർ അത് കാണുക. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ എങ്ങനെ എഴുതുന്നത്? അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എഴുതുന്നത്. അപ്പോൾ KB ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് നമുക്ക് കിട്ടും. അതുപോലെ നമുക്കറിയാം വീക്ക് ബേസ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ എമൗണ്ടിലായിരിക്കും. സോ ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. അതുകൊണ്ട് തന്നെ ആൽഫേനെ നമുക്ക് അവിടെ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? KB ഈസ് ഈക്വൽ ടു, അതായത് പോലെ KB ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ എന്നായിട്ട് ഇക്വേഷൻ മാറും. അതിൽ നിന്ന് ആൽഫയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KB ബൈ C, അതായത് ആൽഫ ഓഫ് ബേസ്, ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ബേസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ബേസ് ടേക്കൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഓഫ് അയണൈസേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ. Next, we are going to discuss the second application of Ostwald's dilution law, the calculation of a pH of an aqueous solution of weak acid or weak base. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. First, we are going to discuss the calculation of a pH for weak acid. Weak acidൻ്റെ കേസിൽ again നമ്മൾ HA എന്നാണ് എടുത്തിരിക്കുന്നത്. HA reacts with water and reversibly gives H3O plus A minus. Initial conditionൽ HAയുടെ കോൺസെൻട്രേഷൻ C moles per liter ആയിരുന്നു. ആ സമയത്ത് പ്രൊഡക്ട്സ് ഒന്നുമില്ല. again H3O plus is 0, A minus is 0. ഇനി റിയാക്ഷൻ മുൻപോട്ട് പോയി ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തിയപ്പോൾ HA ബാക്കിയുള്ളത്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ HA ഉള്ളത് C മൈനസ് C ആൽഫ മോൾസ് പെർ ലിറ്ററിലാണ്. ആൻഡ് H3O പ്ലസ് ഉണ്ടായിട്ടുള്ളത് C ആൽഫ മോൾസ് പെർ ലിറ്ററും A മൈനസ് ഉണ്ടായിട്ടുള്ളത് C ആൽഫ മോൾസ് പെർ ലിറ്റർ എമൗണ്ടിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസിഡ് ആയതുകൊണ്ട് അതിൻ്റെ pH കണ്ടുപിടിക്കാനായിട്ട് പറ്റും. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. pH is equal to negative log to the base 10 of the concentration of H3O plus ions അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H3O plus എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫ മോൾസ് പെർ ലിറ്റർ ആണ്. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ H3O പ്ലസ് ഉണ്ടായിട്ടുള്ളത് C ആൽഫ മോൾസ് പെർ ലിറ്റർ എമൗണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്താണ് അവിടെ? C ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ pHൽ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? C ആൽഫ എന്നിട്ട് കൊടുക്കാം. ദെർഫോർ pH ഓഫ് വീക്ക് ആസിഡ് എന്ന് പറയുന്നത് എന്തായി മാറി? pH is equal to negative log to the base 10 C ആൽഫ എന്ന് കിട്ടും. സോ ഇതാണ് ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ്. ഇതേപോലെ വീക്ക് ബേസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എഗെയിൻ വീക്ക് ബേസിനെ BOH എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. BOH വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് B പ്ലസും OH മൈനസും ആണ് ഫോം ചെയ്യുന്നത്. ഇനീഷ്യലി C മോൾസ് പെർ ലിറ്റർ ആണ് BOHൻ്റെ കോൺസെൻട്രേഷൻ. ആ സമയത്ത് B പ്ലസും OH മൈനസും ഫോം ചെയ്തിട്ടില്ല. ദേ ആർ ഇൻ 0 കോൺസെൻട്രേഷൻ. ഇനി റിയാക്ഷൻ ഫർദർ മുൻപോട്ട് പോയി ഇക്വിലിബ്രിയം എത്തിയപ്പോൾ BOH ബാക്കിയുള്ളത് C ഇൻറ്റു 1 മൈനസ് ആൽഫ മോൾസ് പെർ ലിറ്റർ ആണ്. B പ്ലസ് ഫോം ചെയ്തിട്ടുള്ളത് C ആൽഫ മോൾസ് പെർ ലിറ്റർ. OH മൈനസ് ഫോം ചെയ്തിട്ടുള്ളത് C ആൽഫ മോൾസ് പെർ ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൊല്യൂഷൻ, ഇത് ബേസ് ആണ്, വീക്ക് ബേസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് POH ആണ്. POH ക്യാൻ ബി കാൽക്കുലേറ്റഡ് using the equation negative log to the base 10 of the concentration of OH minus ion. അപ്പോൾ OH മൈനസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഈ സൊല്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ OH എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? കോൺസെൻട്രേഷൻ ഓഫ് OH എന്നുള്ളിടത്ത് നമുക്ക് C ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ POH is equal to negative log to the base 10 of C ആൽഫ എന്ന് കിട്ടും.
അങ്ങനെ POH കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? PH is equal to 14 minus POH എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് PH of the solution കണ്ടുപിടിക്കാം. PH of base and PH of acid can be found out. Okay. Now let us discuss the last application, that is calculation of the ionization constants of weak acids and weak bases. നമ്മളിവിടെ ionization constant ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, which means Ka for weak acid and Kb for weak base. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ weak acid weak baseൻ്റെ കേസിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും? Colratius law അപ്ലൈ ചെയ്യാൻ പറ്റും, because they are weak electrolytes അല്ലേ? weak acid weak bases എന്നൊക്കെ പറയുന്നത് weak electrolytes കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ്. സോ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ അപ്ലൈ Colratius law. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. Colratius law അനുസരിച്ചിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ എം സീറോ. ലാംഡ എം സി എന്ന് പറയുന്നത് എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് കോൺസെൻട്രേഷൻ സി. ഏത് കോൺസെൻട്രേഷനാണോ നമ്മൾക്ക് വേണ്ടത്, ഏത് കോൺസെൻട്രേഷനിലാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി, അതാണ് ലാംഡ എം സി എന്ന് പറയുന്നത്. ലാംഡ എം സീറോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദി വീക്ക് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടീഷൻ. ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി ആണ് എന്ത്? ലാംഡ എം സീറോ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് വിച്ച് ഇസ് എ വീക്ക് ആസിഡ് ഓർ എ വീക്ക് ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ എം സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആൽഫ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ Ka കണ്ടുപിടിച്ചൂടെ? നമ്മൾ ആ റിവേഴ്സിബിൾ ഇക്വേഷൻ എഴുതിയതിൽ നിന്ന്, നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എഴുതിയതിൽ നിന്ന് നമുക്കറിയാം നമുക്ക് Ka എന്ന് പറയുന്നത് C ആൽഫ സ്ക്വയർ ആണ് എന്നുള്ളത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് Colratius law വെച്ചിട്ട് കണ്ടുപിടിക്കാം. സി നമുക്ക് നോൺ ആണ് എങ്കിൽ C ആൽഫ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വീക്ക് ആസിഡ് ആണെങ്കിൽ Ka എന്നും വീക്ക് ബേസ് ആണെങ്കിൽ Kb എന്നുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 അപ്ലിക്കേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസസ്. സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് ദി pH ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്. പിന്നെ തേർഡ് വൺ നമ്മൾ പറഞ്ഞത് കാൽക്കുലേഷൻ ഓഫ് ദി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ്. ഇങ്ങനെ 3 അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.